നമസ്കാരം. കണ്ണൂർ പാനൂരിൽ വീണ്ടും സംഘർഷ ഭീഷണി ഉയർന്നു. ബോംബെറിയുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ കൊലവിളി സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച ആരോപണത്തിൽ CPM സൈബർ ഗ്രൂപ്പായ റെഡ് ആർമി ചർച്ച കേന്ദ്രമാവുകയാണ്. നൂഞ്ഞമ്പ്രം സഖാക്കൾ എന്ന അക്കൗണ്ടിലൂടെ വന്ന പോസ്റ്റുകളിലാണ് ഗുരുതരമായ ഭീഷണി പരാമർശങ്ങൾ ഉയർന്നത്. CPM സ്തൂപം തകർക്കുന്നവർക്കെതിരെ പ്രതികാരമുണ്ടാകുമെന്ന സൂചനകളും പോസ്റ്റുകളിൽ കാണപ്പെടുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പാനൂർ സഖാക്കൾ പഴയതൊക്കെ വിട്ട് കാശിക്ക് പോയിട്ടില്ല എന്നാണ് FB പോസ്റ്റിൽ പറയുന്നത്. പാനൂർ പാറാട് മേഖലയിൽ രാഷ്ട്രീയ സംഘർഷാവസ്ഥ തുടരുമ്പോൾ എരുതിയിൽ എണ്ണയൊഴിക്കുകയാണ് CPM സൈബർ ഗ്രൂപ്പുകൾ. സ്റ്റീൽ ബോംബ് എറിയുന്ന ദൃശ്യങ്ങൾക്ക് പോസ്റ്റ് ചെയ്തതിനൊപ്പം ഭീഷണി ഇങ്ങനെ: പാനൂർ സഖാക്കൾ പഴയതൊന്നും വിട്ട് കാശിക്ക് പോയിട്ടില്ല. നൂഞ്ഞാമ്പ്രം സഖാക്കൾ എന്ന അക്കൗണ്ട് വഴി കൊലവിളിയുണ്ട്. കഴിഞ്ഞ ദിവസം വിജയാഹ്ലാദത്തിനിടെ പാറാടുള്ള CPM സ്തൂപം ലീഗ് പ്രവർത്തകർ അടിച്ചു തകർത്തിരുന്നു. ഇവരെ കബറടക്കുമെന്നാണ് സോഷ്യൽ മീഡിയ വഴിയുള്ള ഭീഷണി. ഇതിനിടെ കണ്ണൂർ പാനൂർ കുറ്റേരിയിൽ ശ്രീനാരായണ മഠത്തിന് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് 2 നാടൻ ബോംബുകൾ കണ്ടെടുത്തു. കണ്ണൂരിൽ നിന്നുള്ള ബോംബ് സ്ക്വാഡെത്തി നിർവീര്യമാക്കി. മേഖലയിൽ സംഘർഷ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ACPയുടെ നേതൃത്വത്തിൽ രാത്രിയിലും പോലീസ് നിരീക്ഷണമുണ്ട്. അതേസമയം വടിവാൾ ആക്രമണങ്ങളും കല്ലേറും പാർട്ടി ഓഫീസുകളും സ്തൂപങ്ങളും പരസ്പരം ആക്രമിച്ചിട്ടും സമാധാന ശ്രമങ്ങൾക്ക് CPMന്റെയോ ലീഗിന്റെയോ നേതൃത്വം ഇതുവരെ ഇടപെട്ടിട്ടില്ല. കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് UDF പിടിച്ചെടുത്തതിനു ശേഷം നടന്ന ആഹ്ലാദ പ്രകടനത്തിലേക്ക് CPM പ്രവർത്തകർ അതിക്രമിച്ചെത്തിയതാണ് സംഘർഷത്തിന് തുടക്കം. പാനൂരിൽ UDFന്റെ ആഹ്ലാദ പ്രകടനത്തിന് നേരെ വടിവാളുമായി ആക്രമണം നടത്തിയ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം 5 CPM പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പാറാട് സ്വദേശികളായ അമൽ, ശ്രീജു, ജീവൻ, റനീഷ്, സച്ചിൻ എന്നിവരാണ് പിടിയിലായത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവന്നതിന് പിന്നാലെ ഇത്തരത്തിൽ ശനിയാഴ്ച വൈകിട്ട് കണ്ണൂർ പാനൂരിൽ UDFന്റെ ആഹ്ലാദ പ്രകടനത്തിന് നേരെ വടിവാളുമായി CPM ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ലീഗ് പ്രവർത്തകരുടെ വീടുകളിൽ കയറിയ അക്രമികൾ ചിലർക്ക് നേരെ വടിവാള് വീശി. പാറാട് ടൗണിലുണ്ടായ കല്ലേറിൽ നിരവധി UDF പ്രവർത്തകർക്ക് പരിക്കേറ്റു. 25 വർഷങ്ങൾക്ക് ശേഷം കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് UDF പിടിച്ചെടുക്കുകയായിരുന്നു. പാറാട് ടൗണിൽ ആഹ്ലാദ പ്രകടനം. ഇതിനിടയിലാണ് വാഹനങ്ങളിലെത്തിയ CPM പ്രവർത്തകർ UDFകാർക്ക് നേരെ പാഞ്ഞെടുത്തത്. തുടർന്ന് കല്ലെറിഞ്ഞു, വടികൾ കൊണ്ട് തല്ലി. ലീഗ് ഓഫീസ് അടിച്ചു തകർത്തു. കല്ലേറിൽ പോലീസ് ബസിന്റെ ചില്ലുകൾ തകർന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു. UDF പ്രവർത്തകരെ തിരിഞ്ഞ് വടിവാളുമായി വീടുകളിലേക്ക് പാഞ്ഞു കയറി. ചിലർക്ക് നേരെ വാളോങ്ങി. അരിശം തീരാഞ്ഞ് നിർത്തിയിട്ടിരുന്ന കാറും ബൈക്കും വെട്ടിപ്പൊളിച്ചു. മണിക്കൂറുകളോളം പാറാടും പരിസരവും CPM അക്രമി സംഘം അഴിഞ്ഞാടി. എറിയട, പൊട്ടിക്കട, ഇത് ബോംബാട്ടോ തുടങ്ങിയ ആക്രോശങ്ങളോടെ പാനൂരിൽ അക്രമി സംഘങ്ങൾ ഏറ്റുമുട്ടുന്നതിന്റെയും സ്ഫോടക വസ്തുക്കൾ എറിയുന്നതിന്റെയും കൂടുതൽ ദൃശ്യങ്ങളടക്കം കഴിഞ്ഞ ദിവസം പുറത്തുവന്നു. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷമാണ് പാറാട് UDF LDF പ്രവർത്തകർ നടുറോഡിൽ ഏറ്റുമുട്ടിയത്. സമീപത്തെ ആളുകൾ പേടിച്ച് വീട്ടുമുറ്റത്തേക്ക് ഓടിക്കയറി ഗേറ്റ് അടയ്ക്കുന്നത് കാണാം. ഇരു കൂട്ടരും രൂക്ഷമായ കല്ലേറ് നടത്തി. നിരവധി പേർക്കാണ് പരിക്കേറ്റത്. ആക്രമണവുമായി ബന്ധപ്പെട്ട് 50ഓളം CPM പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ ചുവപ്പ് തുണി കൊണ്ട് മുഖം മൂടി വടിവാളേന്തിയ സംഘം പാനൂർ മേഖലയിൽ വ്യാപകമായ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. കൊലവിളി നടത്തി. റോഡുകളിലും വീടുകളിലും എത്തിയ സംഘം വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാർ തകർത്തു. സ്കൂട്ടറുകളും മറ്റു വാഹനങ്ങളും ആക്രമിച്ചിട്ടുണ്ട്. പാനൂർ നഗരസഭയ്ക്ക് തൊട്ടടുത്തുള്ള കുന്നോത്തുപറമ്പ് പഞ്ചായത്തിലെ UDF ജയത്തെ തുടർന്നാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം. LDF ഭരണമുണ്ടായിരുന്ന ഇവിടെ ഇത്തവണ UDF പിടിച്ചു. പാനൂർ നഗരസഭ UDF നിലനിർത്തുകയും ചെയ്തു. കുന്നോത്തുപറമ്പിലെ വിജയത്തെ തുടർന്ന് UDF പ്രവർത്തകർ പാറാട് ടൗണിൽ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിന് നേരെയാണ് ആദ്യ ആക്രമണമുണ്ടായത്. പിന്നീട് പാനൂർ നഗരസഭയിലേക്ക് ജയിച്ച UDFലെ ശൈലജ മടപ്പുരയുടെ ആഹ്ലാദ പ്രകടനത്തിന് നേരെ ആക്രമണമുണ്ടായി. ഇവിടെ CPM സീറ്റ് 2 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ശൈലജ പിടിച്ചെടുത്തത്. ആക്രമണത്തിൽ പരിക്കേറ്റ ശൈലജയെ പാനൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു. കൂടാതെ നിരവധി UDF പ്രവർത്തകർക്കും പരിക്കേറ്റു. പരിക്കേറ്റ 4 CPM പ്രവർത്തകരെ തലശ്ശേരി സഹകരണ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇതിനിടെ കഴിഞ്ഞ ദിവസം പിണറായിയിൽ സ്ഫോടനത്തിൽ യുവാവിന്റെ കൈപ്പത്തി തകർന്നു. വെണ്ടുട്ടായി കനാൽക്കരയിൽ വെച്ചുണ്ടായ സ്ഫോടനത്തിൽ CPM പ്രവർത്തകനായ വിപിൻ രാജിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. പൊട്ടിയത് ബോംബല്ല, പടക്കമെന്നാണ് പോലീസ് പറയുന്നത്. ഉഗ്രശേഷിയുള്ള നാടൻ പടക്കമാണ് പൊട്ടിയതെന്നാണ് വിവരം. വിപിൻ രാജിന്റെ വീടിന് സമീപത്ത് വെച്ച് ഉച്ചതിരിഞ്ഞ് 2 മണിയോടെയാണ് ഇത്തരത്തിൽ സ്ഫോടനമുണ്ടായത്. ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായി എന്നാണ് ആദ്യം വിവരം പുറത്തുവന്നത്. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തുകയാണ്. വിപിൻ രാജിനെ കണ്ണൂർ ചാലായിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്.
കനാൽക്കരയിലെ കോൺഗ്രസ് ഓഫീസിന് ബോംബെറിഞ്ഞതുൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയാണ് ഈ വിപിൻ രാജ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടിന് 5 കിലോമീറ്റർ അകലെയാണ് സ്ഫോടനം. പാനൂർ, പാറാട് മേഖലകളിൽ സംഘർഷ സാധ്യത നിലനിൽക്കെ പിണറായിയിൽ സ്ഫോടനമുണ്ടായത് കൂടുതൽ ആശങ്കകൾക്ക് ഇടവെക്കുന്നതാണ്. UDF നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടെ കഴിഞ്ഞ ദിവസം കുന്നോത്തുപറമ്പിൽ CPM സ്തൂപം തകർക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ കൊലവിളി പോസ്റ്റുകളും വരാൻ തുടങ്ങി. കയ്യിൽ ബോംബ് പിടിച്ചിരിക്കുന്നതുൾപ്പെടെയുള്ള ചിത്രങ്ങൾ പങ്കുവച്ചു. പാനൂർ, കുന്നോത്തുപറമ്പ് പ്രദേശങ്ങളുടെ സമീപത്തുള്ള സ്ഥലമാണ് പിണറായി. പോലീസ് കർശന പരിശോധന നടത്തുന്നുണ്ടെങ്കിലും സംഘർഷ സാധ്യതയ്ക്ക് അയവ് വന്നിട്ടില്ല. ഇതിനിടെയാണ് പാനൂരിൽ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് നാടൻ ബോംബുകളും കണ്ടെടുത്തത്. കുറ്റേരി ശ്രീനാരായണ മഠത്തിന് സമീപത്തെ പറമ്പിൽ നിന്നാണ് ഇത്തരത്തിൽ 2 ബോംബുകൾ കണ്ടെത്തിയത്. കണ്ണൂരിൽ നിന്നുള്ള ബോംബ് സ്ക്വാഡെത്തി ഈ ബോംബുകൾ നിർവീര്യമാക്കി. പാനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30യോടെയാണ് ഇത്തരത്തിൽ പോലീസ് പരിശോധനയ്ക്കിടെ ബോംബ് കണ്ടെത്തിയത്. ചണനൂലുകൊണ്ട് കെട്ടിയുണ്ടാക്കിയ ബോംബുകളാണിത്. ബോംബുകൾ സ്ഥലത്തുനിന്ന് മാറ്റിയ ശേഷം നിർവീര്യമാക്കുകയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം പാനൂർ, പാറാട് സംഘർഷം ഉടലെടുക്കുകയായിരുന്നു. സമൂഹ മാധ്യമങ്ങളുടെ പോർവിളി തുടരുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഈ ഒരു ബോംബ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രദേശത്ത് പോലീസ് പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിൽ പിണറായിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഈ അപകടം ബോംബ് സ്ഫോടനമല്ലെന്നും പടക്കം പൊട്ടിയതാണെന്നുമാണ് പിണറായി പോലീസ് പറയുന്നത്. FIR-ലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. കൈപ്പത്തി ചിതറിയ ആൾക്കെതിരെ ചുമത്തിയത് സ്ഫോടക വസ്തു അശ്രദ്ധമായി കൈകാര്യം ചെയ്തതിനുള്ള വകുപ്പാണ്. ബോംബ് കൈകാര്യം ചെയ്യുന്നതിനിടെയാണ് CPM പ്രവർത്തകന് പരിക്കേറ്റിരിക്കുന്നത്. ബോംബ് കയ്യിൽ നിന്ന് പൊട്ടി CPM പ്രവർത്തകനായ വിപിന് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. വലത് കൈപ്പത്തി ചിതറിയ വിപിൻ രാജിനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് മാറ്റിയത്. ഓലപ്പടക്കം പൊട്ടിയെന്നാണ് CPM വിശദീകരണം. എന്നാൽ പാനൂരിൽ CPM സൈബർ ഗ്രൂപ്പുകൾ ലീഗ് പ്രവർത്തകർക്കെതിരെ കൊലവിളി തുടരുകയാണ്. ഈ ബോംബെറിയുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നാലെ CPM ആയുധം താഴെ വെക്കണമെന്ന് KPCC പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ഇത്തരത്തിൽ പിണറായി വെണ്ടുട്ടായിൽ സ്ഫോടനമുണ്ടായിരിക്കുന്നത്. കനാൽക്കരയിൽ ആളൊഴിഞ്ഞ ഭാഗത്തുണ്ടായ ഉഗ്ര സ്ഫോടനത്തിലാണ് ഈ CPM പ്രവർത്തകനായ വിപിൻ രാജിന്റെ വലത് കൈപ്പത്തിക്ക് സാരമായി പരിക്കേറ്റിരിക്കുന്നത്. ഉടൻ തന്നെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഓലപ്പടക്കം പൊട്ടിക്കുമ്പോൾ അപകടമുണ്ടായി എന്നാണ് ആശുപത്രിയിലും പോലീസിനോടും പറഞ്ഞിരുന്നത്. എന്നാൽ പാനൂർ ഉൾപ്പെടെയുള്ള മേഖലയിൽ പ്രയോഗിക്കുവാൻ CPM വ്യാപകമായി ബോംബ് നിർമ്മിക്കുകയാണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസം 2 ബോംബുകളാണ് കണ്ടെടുത്തത്. അക്രമികളെ CPM-ഉം പോലീസും സംരക്ഷിക്കുകയാണെന്നും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന CPM ശൈലി അപമാനകരമെന്നുമാണ് KPCC അധ്യക്ഷൻ കുറ്റപ്പെടുത്തിയത്. മേഖലയിൽ സംഘർഷ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. പാനൂർ, കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് UDF പിടിച്ചെടുത്തതിനു ശേഷം നടന്ന ആഹ്ലാദ പ്രകടനത്തിലേക്ക് CPM പ്രവർത്തകർ അതിക്രമിച്ചെത്തിയതാണ് മേഖലയിലെ സംഘർഷത്തിന്റെ തുടക്കം.